നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേനും മണം അടിച്ച് തേണ്ട ഒരാൾ വീട്ടിൽ ഓടി വന്നു. നാട്ടിലോ നമുക്ക് മഴ കിട്ടിയില്ല, പക്ഷേ ഏതാണ്ട് ഇവിടെ വന്നപ്പോഴത്തേനും നല്ല തകർപ്പൻ മഴ. ജിദ്ദയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. നോക്കി, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോത്തൻ കണ്ടോ? ഓ, എനിക്ക് വയ്യ. എല്ലാവർക്കും പ്രിയമാണ്. ഇത് കണ്ടോ, നമ്മൾ ഉപ്പി പറ്റിച്ച് കൊണ്ടുവന്ന ബീഫാണ്. അങ്ങനെ നാട്ടിലെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കപ്പ അങ്ങനെ പുഴുങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പോത്തിറച്ചി ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ചേമ്പ് കണ്ടോ, യൂണിഫോമിൽ ആ ചേമ്പ് തിന്നാനുള്ള ആക്രാന്തത്തിൽ നമ്മുടെ ലീന ചേച്ചി. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ ഇവിടുത്തെ വണ്ടി അങ്ങനെ 10,000-ൻ്റെ സർവീസായി കിടക്കുകയാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് എത്തിയതിന് ശേഷം കണ്ടോ നമ്മുടെ ജിദ്ദയിലെ റോഡുകളൊക്കെ കണ്ടോ. ഇതാണ് നമ്മുടെ മദീന റോഡിലുള്ള ടൊയോട്ടയുടെ ഷോറൂമാണ്. അങ്ങനെ സർവീസിംഗ് ഒക്കെ കഴിഞ്ഞ് വാട്ടർ സർവീസിന് വേണ്ടി അങ്ങനെ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ വണ്ടിയുടെ വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞ് അവസാന മിനുക്ക് പണിയിലാണ്. നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേനും മണം അടിച്ച് തേണ്ട ഒരാൾ വീട്ടിൽ ഓടി വന്നു. അപ്പം നിഷ പ്രത്യേകിച്ച് ഇത് കണ്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി ചുമന്നുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ ആക്കി അങ്ങനെ അടിപൊളി ബീഫൊക്കെ അങ്ങോട്ട് കറിയാക്കാൻ പോവാണ്. ഇത് മണം അടിച്ച് വന്നു. നമ്മുടെ പ്ലം കേക്ക് ഒരെണ്ണം ഫുള്ള് എനിക്ക് വേണമെന്നും പറഞ്ഞിരുന്ന് തിന്നുന്നതുണ്ടോ. ജെയിംസ് അച്ഛാ ഇത് കാണുന്നുണ്ടല്ലേ? 1 കിലോയുടെ ഒരു പ്ലം കേക്ക് തന്നെ ഇരുന്ന് തിന്നുകയാണ്. അതും നാട്ടിലെ ബ്രൂ കോഫിയും പ്ലം കേക്കും കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ജിദ്ദയിലെത്തി. ഇനിയും ജിദ്ദ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ നല്ല അടിപൊളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോത്തും കപ്പയൊക്കെ അങ്ങോട്ട് തകർക്കാൻ പോവാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഓടി വരും. നമ്മളവരെയൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ പള്ളിയിൽ ഇന്ന് ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിലോ നമുക്ക് മഴ കിട്ടിയില്ല, പക്ഷേ ഏതാണ്ട് ഇവിടെ വന്നപ്പോഴത്തേനും നല്ല തകർപ്പൻ മഴ. ജിദ്ദയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. നോക്കി, അയ്യവാ, നല്ല അടിപൊളി കൊള്ളിയാനും മഴയും. നമ്മൾ നാട്ടിൽ വന്നപ്പോൾ നമുക്ക് ഒറ്റയൊരു മഴയാണ് ആകെ ലഭിച്ചത്. എന്നാലിപ്പോൾ എന്താണ്ട് ഇവിടെ നമുക്ക് ജിദ്ദയിൽ വന്നിറങ്ങി അന്നേരം തന്നെ മഴയാണിവിടെ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെയുള്ള ഒരു കാഴ്ചയാണ്. നല്ല ഇടിയും കൊള്ളിയാനും കൂടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ സൗദി അറേബ്യയിൽ എത്തിയപ്പോൾ നമ്മുടെ നാട്ടിനെക്കാട്ടിലും മഴയാണ് ജിദ്ദയിൽ ഇന്ന്. നമ്മൾ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതാണ്ട് വീണ്ടും നല്ല മഴയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ മഴയാണെങ്കിൽ പണി കിട്ടുമായിരുന്നു. നല്ല മഴ തന്നെയാണ് നമുക്കിവിടെ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോത്തൻ കണ്ടോ? ഓ, എനിക്ക് വയ്യ. നാട്ടിൽ നമ്മൾ ഉപ്പി പറ്റിച്ച് കൊണ്ടുവന്ന ഇറച്ചിയാണ്. അപ്പം കണ്ട് നമ്മുടെ മിനി ചേച്ചി അവനെ സെറ്റാക്കുകയാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഫ്രഷ് കപ്പയും ബീഫുമാണ് ഇന്നത്തെ നമ്മുടെ ആഹാരം. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന ബീഫിന് ഒരു വലിയ എന്താ പറയണ്ടേ, ഇവിടെ നമ്മൾ എന്തൊക്കെ കഴിച്ചാലും നമുക്ക് ഇത്രയൊരു തൃപ്തി കിട്ടത്തില്ല. അപ്പം വന്ന ഉടനെ തന്നെ നമ്മൾ ആ സംഗതിയൊക്കെ സെറ്റാക്കി കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മളിതേ മസാലയൊക്കെ അങ്ങനെ ഇട്ടു. അതുകൊണ്ട് നമ്മുടെ പോത്തനെ കണ്ടില്ലേ പൊക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം നാട്ടിൽ നിന്നുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയമാണ്. ഇത് കണ്ടോ, നമ്മൾ ഉപ്പി പറ്റിച്ച് കൊണ്ടുവന്ന ബീഫാണ്. അത് 1-ാം തരം പോത്തിറച്ചി. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നല്ലോ, നല്ല ഒരു വെട്ടിത്തരുന്ന ആ സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു പടി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം കറിയാണ് വെക്കുന്നത്. ഫ്രൈ ചെയ്യാൻ അടിപൊളിയാണ്. ഇനി നല്ല കപ്പയൊക്കെ ഒന്ന് വെട്ടിക്കണ്ടിച്ച് കപ്പ പുഴുങ്ങി ബീഫ് കറി ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ. അങ്ങനെ നാട്ടിലെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കപ്പ അങ്ങനെ പുഴുങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിപ്പോൾ സെറ്റാക്കും. ബീഫ് കറി എത്തറ്റമായെന്ന് നമുക്ക് നോക്കാം. റെഡിയായോ? ആഹാ, ബീഫ് കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കണ്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പോത്തിറച്ചി ഒക്കെ നല്ല കടുവൊക്കെ വറുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതും ഒക്കെ നമ്മുടെ നാടൻ കപ്പ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പുഴുങ്ങിയതാണ്. പിന്നെ നമ്മുടെ ഒരു മുളക് ചമ്മന്തി അഡീഷണലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വറ്റൽമുളകും ചുമന്നുള്ളിയും കൂടെ വഴറ്റി വെളിച്ചെണ്ണയൊക്കെ ചാലിച്ചുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ കട്ടൻ കാപ്പി, നാടൻ കട്ടൻ കാപ്പി. ഓക്കെ, എല്ലാവർക്കും കടന്നു വരാം, കഴിക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ചേമ്പ് കണ്ടോ, യൂണിഫോമിൽ ആ ചേമ്പ് തിന്നാനുള്ള ആക്രാന്തത്തിൽ നമ്മുടെ ലീന ചേച്ചി
പിന്നെ നിഷ പിന്നെ ഓഫ് ഡ്യൂട്ടിയാണ്. ഉണ്ടോ നല്ല ചീമച്ചേമ്പൊക്കെ അങ്ങനെ ഇരുന്ന് ചിരണ്ടുകയാണ്. പിന്നെ നമ്മൾ ചീമച്ചേമ്പും നല്ല അടിപൊളി ഉപ്പുനീരുമാണ് ഇന്നത്തെ നമ്മുടെ ആഹാരം. അലീന അവരെ ഹെൽപ്പ് ചെയ്യുന്ന വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് കണ്ടോ, ചമ്മന്തി തന്നെ 4 ഐറ്റം ചമ്മന്തി. ഇത് ഉണ്ടാക്കിയവരോട് ചോദിക്കണം ഇതിൻ്റെ പേരെന്തോന്ന്. ചീമച്ചേമ്പ് പുഴുങ്ങിയത് ഇത് കണ്ടോ, പിന്നെ അടിപൊളി കപ്പ വേവിച്ചത്, ബീഫ് എല്ലാം വേണ്ട. അങ്ങനെ തൃശ്ശൂർ ലീനാമ്മയാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി. ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് സ്പെഷ്യൽ ആഹാരങ്ങളാണ് ഇന്ന്. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ ഇവിടുത്തെ വണ്ടി അങ്ങനെ 10,000-ൻ്റെ സർവീസായി കിടക്കുകയാണ്. അപ്പം നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. രാവിലെ തന്നെ ടൊയോട്ടയിലോട്ട് നമ്മൾ വണ്ടി കൊണ്ട് പോവുകയാണ്. 10,000-ൻ്റെ സർവീസാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് എത്തിയതിന് ശേഷം കണ്ടോ നമ്മുടെ ജിദ്ദയിലെ റോഡുകളൊക്കെ കണ്ടോ, നല്ല 5 വരി പാതയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വാഹനം ഓടിക്കുന്നതിന് അധികം റിസ്ക് ഇല്ല. പക്ഷെ നാട്ടിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പം വളരെ സൂക്ഷിച്ച് വേണം വാഹനം ഓടിക്കാൻ. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. എന്നാൽ ഇവിടെ സ്പീഡ് വളരെ കൂടുതലാണ്. 140 കിലോമീറ്റർ സ്പീഡാണ് പെർ അവർ ഇവിടെ റോഡിലൊക്കെ അലൗഡ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നാലാണ് വിഷയങ്ങൾ. ഇത് നമ്മൾ ജിദ്ദയുടെ ഷെരഫിയയിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. ഇതാണ് നമ്മുടെ മദീന റോഡിലുള്ള ടൊയോട്ടയുടെ ഷോറൂമാണ്. നമ്മളിവിടെ അല്ല സർവീസ് ചെയ്യുന്നത്, നമ്മൾ നേരെ സർവീസ് 1 അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന നമ്മുടെ സർവീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ടൊയോട്ടയുടെ. ഇനിയും വണ്ടിയൊക്കെ അങ്ങനെ കുട്ടപ്പനാക്കി നമുക്ക് സൗദി അറേബ്യയിലെ യാത്രകൾ അങ്ങനെ തുടങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ്. വാഹനങ്ങളൊക്കെ അങ്ങനെ ക്യൂവിലാണ് കണ്ടോ. നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോയിൻമെൻ്റ് അനുസരിച്ച് ആ ടൈമിങ്ങിലാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കണ്ടോ, വണ്ടികളെല്ലാം രാവിലെ തന്നെ ഫുള്ളായിട്ടുണ്ട്. ഈ സൈഡിലാണ് സർവീസൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ വാഹനം അങ്ങനെ പെട്ടെന്ന് കിട്ടും. അപ്പം നമുക്കിവിടെ മെയിനായിട്ടുള്ള കുറച്ച് സർവീസ് സ്റ്റേഷനുകളിലൊന്നിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ കുട്ടപ്പനയും കൊണ്ട് അങ്ങനെ സർവീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി സർവീസൊക്കെ കഴിഞ്ഞ ഉടനെ നമുക്ക് വാഹനം ലഭിക്കും. എന്നിട്ട് വേണം നമുക്ക് കറങ്ങാൻ ജിദ്ദ സൗദി അറേബ്യയുടെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ അങ്ങനെ പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. അങ്ങനെ സർവീസിംഗ് ഒക്കെ കഴിഞ്ഞ് വാട്ടർ സർവീസിന് വേണ്ടി അങ്ങനെ വെയിറ്റിങ്ങിലാണ്. പെട്ടെന്ന് തന്നെ ഒരു 1 അവർ എടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ സർവീസൊക്കെ റെഡിയാക്കി ഇപ്പം വാട്ടർ സർവീസ് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടിയുടെ വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞ് അവസാന മിനുക്ക് പണിയിലാണ്. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ ജിദ്ദയിൽ മഴയുടെ ഒരു ചെറിയ ലക്ഷണങ്ങളാണ്. അപ്പം മഴ പെയ്താൽ ഉടനെ തന്നെ വീണ്ടും സർവീസ് ചെയ്യണം. അതേപോലത്തെ കാരണം പൊടിക്കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വാഹനം തണ്ടി ഈ ഒരു അവസ്ഥയിലാകും. ഇത് കണ്ടോ, അപ്പം മഴ പെയ്താലും ഉടനെ പൊടിക്കാറ്റടിച്ച് കിടക്കുന്ന വാഹനങ്ങളാണ്. അപ്പം ജിദ്ദയുടെ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.